എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡൽഗോണ കേക്കാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. അതിൽ ഓൾ അമർത്തണം. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോയെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയും നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ അരിച്ചെടുക്കുന്നത് കൊണ്ട് 1 പ്രാവശ്യം അരിച്ചെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി അരിപ്പയിലാണെങ്കിൽ ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള മോൾഡ് എടുക്കാം. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. 8 ഇഞ്ച് പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് റൗണ്ട് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിരിക്കുന്ന ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. സൈഡിലും അതുപോലെ തന്നെ കട്ട് ചെയ്തത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ഈ പാത്രം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഉണ്ടാക്കിയതിന് ശേഷം സെറ്റ് ചെയ്യാൻ പോയി കഴിയുമ്പോഴത്തേക്കിനും ശരിയാവത്തില്ല. എന്നിട്ട് അതിൻ്റെ പുറമെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യണം. ഒരുപാട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ക്രിസ്പി ആയി പോവും, സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഇനി 4 മുട്ട എടുക്കാം. അതിൽ എഗ് വൈറ്റും എഗ് യോക്കും 2 ബൗളിലേക്ക് ആക്കണം. എന്നിട്ട് എഗ് വൈറ്റിലേക്ക് 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി എഗ് ബീറ്റർ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ വിസ്ക് ആയാലും യൂസ് ചെയ്താൽ മതി. ഇത് നല്ല സ്റ്റിഫായിട്ട് വേണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചെടുത്തിരുന്നത്. അതിൽ 1/2 കപ്പ് പഞ്ചസാര മുട്ടയുടെ വെള്ളയിൽ ചേർത്തു. 1/2 കപ്പ് മുട്ടയുടെ മഞ്ഞയിലേക്കും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു വൈറ്റ് കളർ ആകുന്നിടം വരെ നന്നായിട്ട് ബീറ്റ് ആയി വരണം. ഇപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് വരണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡൽഗോണ ക്രീം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുക്കേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ ബ്രൂവിൻ്റെ കോഫി പൗഡറും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളം, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിനി നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ക്രീം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ ബാറ്ററിലേക്ക് യൂസ് ചെയ്യാനുള്ളതാണിത്. ഡൽഗോണ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് യോക്കിലേക്ക്
നമുക്ക് ഈ ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ബീറ്റർ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലായിടത്തും നന്നായിട്ട് ആവുന്നിടം വരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇത്ര മതിയാവും. അത് കഴിഞ്ഞ് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ശ്രദ്ധയോടെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓവറായിട്ട് മിക്സിങ് ആവരുത്. ഓവറായിട്ട് മിക്സിങ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഹാർഡായി പോകും. അപ്പോൾ ഞാനിത് കുറച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന എഗ് വൈറ്റ് കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്തു. അതും ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. വെളിച്ചെണ്ണയൊന്നും കേക്കിന് നമ്മൾ ഉപയോഗിക്കത്തില്ല. അപ്പം ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ വേണം മിക്സ് ചെയ്യാൻ. ഇപ്പോൾ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാൻ. ഇതിന് റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയും. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന മോൾഡിലേക്ക് ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിനുള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേ കുക്കറിൽ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഞാനിതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയായിരിക്കും. അപ്പോൾ ഒരു 5-10 മിനിറ്റോളം ഇത് പ്രീ ഹീറ്റ് ചെയ്യണം അടച്ചു വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള വിസിൽ മാറ്റണം. എന്നിട്ട് അതിൻ്റെ ആ റൗണ്ടിലുള്ള റബ്ബർ ഇട്ടിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് വെച്ചിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്യാം. അതിനുശേഷം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞ് 25 മിനിറ്റ് ലോ ഫ്ലെയിമും ടു മീഡിയം ഫ്ലെയിമിലും ഇടണം. ഒരു 30-35 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാകും. അപ്പം നമ്മുടെ കേക്ക് ആയിട്ടുണ്ട്. കേക്ക് ഇപ്പം ഞാനത് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞ് തണുക്കാനായിട്ട് വെച്ചു. എന്നിട്ട് ഞാനൊരു ത്രെഡ് എടുത്തിട്ടാണ് കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ത്രെഡ് ഇതുപോലെ പിടിക്കുക. അപ്പോൾ അതിന് മുൻപായിട്ട് ചെറിയ രീതിയിൽ കത്തിക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല എളുപ്പം ഉണ്ടാകും. ഇനി നൈഫ് ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നൈഫ് വെച്ചിട്ടാണെങ്കിലും കേക്ക് ലെയർ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ 2 ലെയറാണ് എടുക്കുന്നത്. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കേക്ക് കട്ട് ചെയ്തെടുക്കാവുള്ളൂ. അപ്പം ഞാനത് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം നമുക്ക് ഒരു 1/2 ലിറ്റർ പാലെടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ വിപ്പിംഗ് ക്രീമാണ് ഉണ്ടാക്കുന്നത്. ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീമാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഗ്യാസിലോട്ട് നമ്മൾ പാലെടുത്ത് വെച്ചു. അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ അടി തീർത്ത് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് കുറുകി വരും. കുറുകി വരുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് മനസ്സിലാകും. അതിനുശേഷം നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞ് ഞാനൊരു 100 ഗ്രാം ബട്ടറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ബട്ടർ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനകത്തേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ പാല് നന്നായിട്ട് കുറുക്കി എടുക്കുന്ന ഭാഗം എൻ്റെ ഇന്ന് വീഡിയോ മിസ്സായി പോയത് കൊണ്ടാണ്
കിട്ടാതിരുന്നത്. അപ്പം നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കിനും നമുക്ക് മനസ്സിലാകും. അപ്പം ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പം. ഇത്രയും ആയതിനു ശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാവും. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത് ഞാൻ ആ കുറുക്കി എടുത്തിരിക്കുന്ന പാലാണ്. അത് നല്ലപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ പാല് ഞാൻ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തണുക്കാൻ വെച്ചതിന് ശേഷം അരമണിക്കൂർ ഫ്രീസറിലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇതിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നല്ല സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളിനി ഫ്രോസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം നമുക്കിനി ഫ്രോസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പം ഞാനിവിടെ ചപ്പാത്തി പരത്തുന്ന പലകയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് ടേൺ ടേബിൾ ഒന്നും ഇല്ല ഉപയോഗിക്കാൻ. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഈ പ്ലേറ്റിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം കേക്ക് വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ ഓർക്കാതെ പെട്ടെന്ന് ക്രീം തേച്ച് പോയി. അതിന് മുൻപായിട്ട് തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് മെൽറ്റ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം നന്നായിട്ട് നമുക്കിനി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് മെൽറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 കപ്പ് ഷുഗർ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളച്ചിട്ട് ഇതൊന്ന് തണുക്കണം. ആ ഒരു പാകം ആയാൽ മതിയാവും. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും കൊടുക്കണം. കൊടുത്ത് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കേക്കിൻ്റെ സ്പോഞ്ച് കിട്ടും. അതിന് ശേഷം ഇതുപോലെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു കത്തി കൊണ്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിലും വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് എല്ലാവർക്കും. അപ്പം ഞാൻ രണ്ടാമത്തെ സ്പോഞ്ചും ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആദ്യം മുകളിൽ നിന്ന് മുറിച്ച് മാറ്റിയിരുന്ന ആ സ്പോഞ്ച് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി, പാനിൻ്റെ അകത്തിട്ടൊന്ന് ചൂടാക്കി അതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. എന്നിട്ട് ഇതൊരു അരിപ്പയിൽ വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ പൈപ്പിംഗ് ബാഗ് ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനൊരു ലേസ് മേടിച്ച കവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതുപോലെ ചെയ്തതാണ്. അപ്പം ആ ഇതുകൊണ്ട് തന്നെയാണ് ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഭംഗിയില്ലാത്തത്. പക്ഷേ കേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല സോഫ്റ്റ് കേക്കായിരുന്നു. എല്ലാവരും ഈ ഡൽഗോണ കേക്ക് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.